എല്ലാവർക്കും നമസ്കാരം. ICICI Prudential ലൈഫിന്റെ ന്യൂ ഫണ്ടായ മിഡ് സ്മോൾ ക്യാപ് 400 മൊമെന്റം ക്വാളിറ്റി 100 ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ ന്യൂ ഫണ്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഈ NFO സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നവംബർ 25, 2024 ഡിസംബർ 2, 2024 വരെ നമുക്ക് NFO റൺ ചെയ്യുന്നുണ്ട്. അതായത് 10 രൂപ യൂണിറ്റ് പ്രൈസിൽ നമുക്ക് ഈ സമയത്ത് ഡിസംബർ 2-നുള്ളിൽ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ NFOന്റെ ന്യൂ ഫണ്ടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. കറന്റ് മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 10-11% ഡിസ്കൗണ്ടിൽ മാർക്കറ്റിൽ നമുക്കൊരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത്. ഇപ്പൊ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബുഫറ്റ് പറയുന്നത് ബെസ്റ്റ് ടൈം ടു ഡിപ്ലോയ് ദ ക്യാപിറ്റൽ ഈസ് വെൻ തിങ്സ് ആർ ഗോയിങ് ഡൗൺ. മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോഴാണ് ഏറ്റവും നല്ലത് എന്നാണ് വാറൻ ബുഫറ്റ് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള കാര്യവും. പൊതുവേ ആളുകൾ ചെയ്യുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് 10-15% കറക്ഷനിൽ കിട്ടിയ സമയത്ത് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയെ കുറിച്ചും ഈ സമയത്ത് നമുക്കൊന്ന് ഓർക്കാം. പ്രൊജക്റ്റഡ് GDP ഗ്രോത്ത് അടുത്ത 3 വർഷത്തേക്ക് പ്രൊജക്റ്റഡ് ഗ്രോത്ത് GDPയുടെ 7% പറയുന്നത്. ഇന്ത്യ 2031 ആവുമ്പോഴേക്കും 7 ട്രില്യൺ എക്കോണമി ആവും എന്നാണ് പറയുന്നത്. ടോപ്പ് 3 ലാർജസ്റ്റ് എക്കോണമിയിൽ ഇന്ത്യ വരും എന്നാണ് പറയുന്നത് 2031. ആവറേജ് ഏജ് ഓഫ് ഇന്ത്യൻ ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ 29 വയസ്സാണ്. അതും ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യയിൽ. എന്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ കാരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ മിഡ് സ്മോൾ ക്യാപ് 400 മൊമെന്റം ക്വാളിറ്റി 100 ഇൻഡെക്സ് ഫണ്ട് റെലം എങ്ങനെയാണ് ഏത് ഇതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാലോ ഇന്ത്യയിലെ ടോപ്പ് 500 നിഫ്റ്റി 500 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 100 ലാർജ് ക്യാപ്പ് ആയിരിക്കും. 101 മുതൽ 250 വരെയുള്ള കമ്പനീസ്, അതായത് മാർക്കറ്റ് ക്യാപിറ്റലിൽ അതിനെ മിഡ് ക്യാപ്പ് എന്നും, 251 മുതൽ 500 വരെയുള്ളത് മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനികളെ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നു. ഇതിലെ 400 കമ്പനി ഉണ്ടല്ലോ. ലാർജ് ക്യാപ്പ് കഴിഞ്ഞിട്ട് 101 മുതൽ 500 വരെയുള്ള കമ്പനികളിലെ 400 കമ്പനികളിലെ ടോപ്പ് 100 കമ്പനീസ്, അതായത് നേരത്തെ പറഞ്ഞു ഇതിലെ മൊമെന്റവും ക്വാളിറ്റിയും ഏറ്റവും നല്ല 100 കമ്പനീസ് ആണ് സെലക്ട് ചെയ്യുക. അതിൽ തന്നെ 50 മിഡ് ക്യാപ്പും 50 സ്മോൾ ക്യാപ്പുമാണ് ഫണ്ട് മാനേജർ സെലക്ട് ചെയ്യുക. ഇതാണ് ഈ കമ്പനിയുടെ ഒരു സ്ട്രാറ്റജി. മൊമെന്റം ആൻഡ് ക്വാളിറ്റി, ആ 2 ഇൻഡെക്സിനെ നോക്കാം. ഈ 2 ക്വാളിറ്റിയാണ്, ഈ 2 കാര്യങ്ങളാണ് നോക്കിയിട്ടാണ് ഫണ്ട് മാനേജർ ഇതിലിവിടെ ഓരോ കമ്പനി സെലക്ട് ചെയ്യുന്നത്. മൊമെന്റം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം മൊമെന്റവും ലോങ് ടേം മൊമെന്റവും. മൊമെന്റം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വാല്യൂവിനൊരു ഷെയറിനൊരു കയറ്റം കിട്ടുന്നത് മൊമെന്റമാണ്. അത് ഷോർട്ട് ടേം മൊമെന്റവും ലോങ് ടേം മൊമെന്റവും ഫണ്ട് മാനേജർ നോക്കിയിട്ടാണ് ഫണ്ട് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ഫണ്ട് മാനേജർ നോക്കുന്നത് ഡ്യൂറബിൾ ബിസിനസ് മോഡൽസ്, ഡ്യൂറബിൾ ആയിട്ടുള്ള ബിസിനസ് മോഡൽസ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് മോഡൽസ് ആണ് ഫണ്ട് മാനേജർ നോക്കുന്നത്. അതിൽ തന്നെ ഇവാലുവേഷൻ ചെയ്യുന്നത് ഒന്ന് പ്രോഫിറ്റബിലിറ്റി, അത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ് പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു ഫാക്ടർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഹെൽത്ത്, ഇക്വിറ്റി ടു ഡെപ്റ്റ് റേഷ്യോ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏർണിംഗ് പെർ ഷെയർ, ഏർണിംഗ് ക്വാളിറ്റി, ഏർണിംഗ് പെർ ഷെയർ. ഇത്ര കാര്യങ്ങളാണ് ഫണ്ട് മാനേജർ ഒരു കമ്പനിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി, ഈ നേരത്തെ പറഞ്ഞല്ലോ 50 മിഡ് ക്യാപ്പും 50 സ്മോൾ ക്യാപ്പിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഫണ്ട് മാനേജർ നോക്കുന്ന ക്രൈറ്റീരിയസ് ആണ് ഈ മൊമെന്റം ആൻഡ് ക്വാളിറ്റി. ഇപ്പോൾ ടോപ്പ് 10 കോൺസ്റ്റിറ്റ്യുവൻസി ഇന്നത്തെ ഇതിൽ ഫണ്ട് മാനേജർ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു 10 കമ്പനീസ്, അറൌണ്ട് 100 കമ്പനി ഉണ്ടാവും. അതിന് 10 കമ്പനീസ് അറൌണ്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ടോപ്പ് കമ്പനീസ്: ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ്, കുമിൻസ് ഇന്ത്യ ലിമിറ്റഡ്, CG പവർ, HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, വോൾട്ടാസ് ഇന്ത്യ, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ടോറന്റ് പവർ, റെയിൽ വികാസ് നിഗം. ഇങ്ങനെ ഈ കമ്പനീസ് ഒക്കെയാണ് ടോപ്പ് 10 ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ടൈം ടു ടൈം നമ്മൾ ഒരു 6 months കൂടുമ്പോൾ ആ സമയത്തെ ഈ ക്വാളിറ്റി ആൻഡ് മൊമെന്റം നോക്കിയിട്ട് കമ്പനീസ് മാറും. ഇപ്പോഴത്തെ ലെവലിൽ ഫണ്ട് മാനേജർ സജസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് എടുക്കാൻ പോകുന്ന കമ്പനീസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സെക്ടർ വൈസ് എല്ലാ സെക്ടറുകൾക്കും പ്രാതിനിധ്യം ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ സെക്ടറുകൾക്കും, അത് ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫിനാൻഷ്യൽ സർവീസസ്, IT, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ, പവർ, FMCG പോലെ എല്ലാ സെക്ടറിലും പ്രാതിനിധ്യം ഉണ്ടാവുന്ന ഫണ്ട് മാനേജർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡെക്സ് എലിജിബിലിറ്റി മിനിമം ലിസ്റ്റിംഗ് ആയിട്ട് 1 year ആയിട്ടുള്ള കമ്പനീസെ സെലക്ട് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 50 മിഡ് ക്യാപ്പും 50 സ്മോൾ ക്യാപ്പ് കമ്പനി സെലക്ട് ചെയ്യുക. അത് നിഫ്റ്റി 500 എന്നാണ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്കറിയാലോ 101, ഞാൻ നേരത്തെ പറഞ്ഞു 101 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ 100 വരെയുള്ള കമ്പനിയിൽ ലാർജ് ക്യാപ്പ് ആണ്. അത് ഈ ഫണ്ടിൽ വരില്ല. 101 മുതൽ 250 വരെ മിഡ് ക്യാപ്പ് ആണ്. അതിൽ നിന്ന് 50 കമ്പനി സെലക്ട് ചെയ്യപ്പെടും. 251 മുതൽ 500 വരെയുള്ള കമ്പനീസ് ആണ് സ്മോൾ ക്യാപ്പ് എന്നറിയപ്പെടുന്നത്. അതിൽ നിന്നും 50 കമ്പനി സെലക്ട് ചെയ്യപ്പെടും ഈ ഫണ്ടിലേക്ക്. അതിന് സെലക്ഷൻ ക്രൈറ്റീരിയ
ഈക്വൽ വെയിറ്റേജ് ടു മൊമെന്റം ആൻഡ് ക്വാളിറ്റി. അതിനെപ്പറ്റി പറഞ്ഞു, എന്താണ് ക്വാളിറ്റി എന്നും എന്താണ് മൊമെന്റം എന്ന് പറഞ്ഞു. വെയിറ്റേജ് ഓഫ് ഈച്ച് സ്റ്റോക്ക്, അതായത് ഒരു സ്റ്റോക്കിനും 5% കൂടുതൽ പോർട്ട്ഫോളിയോയിൽ വെയിറ്റേജ് ഉണ്ടാവില്ല. മാക്സിമം വെയിറ്റേജ് 5% ആയിരിക്കും. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ കമ്പനീസിൽ ഇപ്പം വോൾട്ടാസ് ലിമിറ്റഡ്, ആ ലിമിറ്റഡ് അത് സെലക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം പോർട്ട്ഫോളിയോയുടെ 5% വരെ വരുള്ളൂ. 5% കൂടുതൽ ആ കമ്പനി സെലക്ട് ചെയ്യപ്പെടില്ല. ICICI Prudential ലൈഫിന്റെ ന്യൂ ഫണ്ട് ആയിട്ടുള്ള മിഡ് സ്മോൾ ക്യാപ് 400 മൊമെന്റം ക്വാളിറ്റി 100 ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. ഈ പ്ലാനിനെ കുറിച്ച്, ഈ ഫണ്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. അതുപോലെ തന്നെ ഈ ഫണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിലും വാട്സപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം, പർച്ചേസ് ചെയ്ത് തരാൻ സഹായിക്കുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.